അപ്പൂസിന്റെ വീടിന്റെ പരിസരം കണ്ടു കഴിഞ്ഞാൽ പറയത്തില്ല കേട്ടോ, ഇത്രയും ചൂടുള്ള ഒരു സ്ഥലമാണെന്ന്. കാരണം ഒരു ചെറിയൊരു മിനി കാട് സെറ്റപ്പ് എന്നൊക്കെ പറയാം. കുറെ മരങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞെങ്കിലും അത്യാവശ്യം പരിസരത്തൊക്കെ ആയിട്ട് നല്ല മരങ്ങളുണ്ട്. ആഞ്ഞിലിച്ചക്കേന്റെ ജീവനായതുകൊണ്ട് എവിടെയെങ്കിലും പഴുത്ത് കിടപ്പുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട് നമ്മൾ ചുറ്റിനും ഒന്ന് ഇറങ്ങി നോക്കിയതാണ്. ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ചെയ്യാണ്ട് നമുക്ക് രാത്രി കിടക്കാൻ പറ്റത്തില്ല. മറ്റേ പൊള്ളുന്ന തരത്തിലുള്ള ചൂടാണ് ഇറങ്ങി വരുന്നത്. ഇതിപ്പോ അപ്പൂസ് മേളിൽ കയറി വെള്ളം അടിക്കാൻ പോയപ്പോഴേക്കും ഞാൻ ചെന്നപ്പോ എന്റെ മേത്ത് വെള്ളം തളിക്കാൻ നോക്കുമായിരുന്നു കേട്ടോ. അതിന് അപ്പൂസിന് നല്ല രീതിക്ക് അമ്മയുടെ വയന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നേ. കാരണം എനിക്ക് പനി ഓൾറെഡി ഉണ്ട്. ഇനി അത് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രഗ്നൻസി സ്റ്റേജ് ആയതുകൊണ്ട് മരുന്നൊന്നും കഴിക്കാൻ പറ്റുന്നില്ലല്ലോ. പിന്നെ നമ്മൾ പാള തപ്പി നടക്കുമായിരുന്നേ, പിള്ളേർ അതിലിരുത്തി വലിച്ചു കളിക്കാൻ വേണ്ടിയിട്ട്. സത്യത്തിൽ എനിക്കും പാളയിൽ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ ഇരിക്കണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി ഹോസ്പിറ്റലിൽ ട്രിപ്പിട്ട് കിടന്നിട്ടുണ്ടായിരുന്നേ. ചെറിയതായിട്ടൊന്ന് തലവേദന കൂടിയതാ. ഇവർ തമ്മിൽ ഭയങ്കര സ്നേഹമാണ് കേട്ടോ. മാമാട്ടിക്ക് പ്രത്യേകിച്ച് ജീവനാണ്. ഉറക്കത്തി വരെ ഇവന്റെ പേര് പറച്ചിലാണ് അവളുടെ പരിപാടി. പക്ഷെ എങ്കില് രണ്ടും കൂടെ കണ്ട് കുറച്ചു നേരം കളിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് അടിയാണ്. അവൻ മാക്സിമം ഒഴിഞ്ഞു മാറുമെങ്കിലും ഇവള് വിട്ടു കൊടുക്കത്തില്ല. ഇവള് നല്ലത് കൊടുക്കും.